Rishmi, please mute. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Prayer ആരാ ചെയ്യുന്ന prayer? ആരില്ലേ? prayer ആരാ ചെയ്യുന്നേ? പ്രിയ രാജേഷ്, പ്രിയ രാജേഷ് prayer ചെയ്യാമോ? prayer ചെയ്യാമോ? മാം ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല. എന്താണ് ആരും അനക്കില്ലാത്ത അപ്പൊ എന്താണ് റിപ്ലൈ ഇല്ലല്ലോ? മിസ്സേ, ഞാൻ വിനീത അനൂപ്. ഓക്കെ. വിജ്ഞാനദീപത്താൽ വിശ്വം ഭരിക്കുന്ന വിശ്വമൂർത്തിയാം ദേവ വിജ്ഞാനമേതണി ഞങ്ങൾക്ക് കാരുണ്യകേദാരമേ കാരുണ്യകേദാരമേ വിജ്ഞാനദീപത്താൽ വിശ്വം ധരിക്കുന്ന വിശ്വേകമൂർത്തിയാം ദേവ വിജ്ഞാനമേകണി അജ്ഞരാം ഞങ്ങൾക്ക് കാരുണ്യകേദാരമേ കാരുണ്യകേദാരമേ. താങ്ക് യു മിസ്. പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ ആരാണ്? തോട്ട് ഓഫ് ദ ഡേ സുജാത കൊമ്മാട്ടിൽ. സുജാത. Yes, ma'am. ഒരു തോട്ട് പറയാമോ? Okay, ma'am. Good evening, all. Done is better than perfection. നമ്മൾ എന്ത് കാര്യവും അതിന് പെർഫെക്ഷൻ വരാൻ നോക്കുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആദ്യം നമ്മൾ എന്ത് ഒരു ടാസ്ക് ആണോ അത് നമ്മൾ അത് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മതി നമ്മൾ അത് പെർഫെക്ഷൻ ആണോ എന്ന് നോക്കുന്നത്. അപ്പൊ ആദ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടാസ്ക് നമ്മളത് ചെയ്യാൻ നോക്കുക. നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ. എപ്പോഴും നമ്മൾ നാളേക്ക് മാറ്റി വെക്കുക. അപ്പൊ അത്
മാറ്റി വെക്കാതെ ആ കാര്യം ഇപ്പൊ തന്നെ ചെയ്യാൻ നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് അത് പെർഫെക്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്ഷൻ. താങ്ക് യു. ഓക്കെ താങ്ക് യു. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം അല്ലേ? നമ്മൾ എന്ത് കാര്യവും നമുക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുന്നത് അതിന്റെ പെർഫെക്ഷൻ വരുന്നുണ്ടോ നോക്കുമ്പോഴാണ്. നമ്മൾ പെർഫെക്ഷൻ ആദ്യം നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ട. ആ കാര്യം ആ ടാസ്ക് ചെയ്യാൻ പറ്റുണ്ടോ നോക്കുക. അത് എന്നിട്ട് നമ്മൾ പെർഫെക്ഷനിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോ എല്ലാവരും അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തല്ലോ അല്ലേ? അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തല്ലോ. എന്താണ് സ്മിത? മാർക്ക് വന്നില്ല. ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തു, പക്ഷെ മാർക്ക് വന്നില്ല എന്ന് പറഞ്ഞു. അതെയോ? മാർക്ക് ഇതുവരെ വന്നില്ല. വന്നിട്ടില്ല. എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ട് ജിഷ മാമിന്റെയും കിട്ടി. ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതാ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ മാമിന്റെ കഴിഞ്ഞ ആഴ്ച ചെയ്തതിന് വന്നിട്ടില്ല. ഇപ്പൊ ഇന്ന് പിന്നെ വൈകുന്നേരം ഇട്ടതല്ലേ അത് സബ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച മുമ്പ് ഇട്ടതൊന്നും മാർക്ക് വന്നിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ആക്ട് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് മേജർ ഗ്ലോബൽ എൻവയറൺമെന്റൽ ത്രെറ്റ്സ് ആണ്. അതായത് എൻവയറൺമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണികൾ എന്തൊക്കെയാണെന്നാണ്, ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. എന്താണ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓസോൺ ഷോർട്ടൺ ആണോ? ഓസോൺ പാളി, ഓസോൺ ലെയർ തിന്നായി വരുന്നതാണ് അല്ലെ? വളരെ നേർത്ത പാളിയായിട്ട് വരുന്നു അല്ലെ? അപ്പൊ UV റേസ് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് കൂടുതലായിട്ട് പതിക്കും അല്ലെ? ഇത് ധാരാളം പ്രശ്നങ്ങൾ മനുഷ്യർക്കും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാക്കും. അതൊരു പ്രശ്നമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അതിനുണ്ടാകുന്ന തിക്നെസ് അല്ലെങ്കിൽ തിന്നായിട്ട് ഓസോൺ ലെയർ വരിക. അടുത്തത് ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അത് നമുക്കറിയാം. ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹ പ്രവാഹം, അതായത് CFC മുതലായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ അത് ഉണ്ടാക്കുന്ന ആഗോളമായിട്ടുള്ള താപനം, അതായത് കാലാവസ്ഥയെ ഡാമേജ് ആക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരിക. അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഡ്രൈ ലാൻഡ്സ് രൂപപ്പെടുക, ഡ്രൈ ലാൻഡ്സ് ക്രിയേറ്റ് ചെയ്യുക, ഡെസേർട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ വറ്റി വരേണ്ട പ്രദേശമായിട്ട് മാറുക എന്നുള്ളതാണ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡ്രൈ ലാൻഡ്സ് ഫോം ചെയ്യുക. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. എയർ പ്രസിപ്പിറ്റേഷൻ റെയിൻ, അതായത് ആസിഡ് മഴ, ആസിഡ് റെയിൻ, അതൊക്കെ എന്താണ്? ത്രെറ്റാണ് ശരിക്കും പറഞ്ഞാൽ, അതൊരു ഭീഷണികളാണ്. ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, കെമിക്കൽസ് ഒക്കെ എന്താണ് ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊക്കെ എന്താണ് വേസ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാണ് മണ്ണിൽ അല്ലെ? അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. റിസോഴ്സ് ഡിഫ്ലക്ഷൻ. റിസോഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് റിസോഴ്സുകൾ എന്ത് ചെയ്യാം കൂടുതലായിട്ട്, അത് ഡിഫ്ലക്ഷൻ എന്നല്ല കേട്ടോ, ഡിപ്ലീഷൻ എന്നാണ് വരിക. അതിനകത്ത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്ലീഷൻ എന്നാണ് കേട്ടോ, ഡിഫ്ലക്ഷൻ അല്ല ഡിപ്ലീഷൻ. അതായത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന, നേച്ചറിൽ ഉണ്ടാകുന്ന റിസോഴ്സസിന്റെ കുറവ്, അതിനെയാണ് ഈ ഒരു ഡിപ്ലീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതായത് വെള്ളത്തിൽ ഉണ്ടാകുന്ന കുറവ്. ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ നമ്മുടെ, അതിനകത്ത് ഉണ്ടാകുന്ന കുറവ്. ഡിപ്ലീഷൻ ഓഫ് ബയോളജിക്കൽ ഡിവേഴ്സിറ്റി, ജൈവ വൈവിധ്യജാലം, നമ്മുടെ പ്രകൃതി ജീവജാലങ്ങള്, അതിനുണ്ടാകുന്ന കുറവ്. ഡിപ്ലീഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി, അതായത് ജനറ്റിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഓരോരോ തലമുറകൾക്ക് എന്താണ് മാരകമായിട്ടുള്ള രീതിയിൽ രോഗങ്ങൾ വരിക,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഡിപ്ലീഷൻ ഓഫ് ഓഷൻ ബഡ് റിസോഴ്സസ്, അതായത് കടലിനടിയിൽ ഉണ്ടാകുന്ന ചില ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലേ, മത്സ്യങ്ങള്, അതുപോലെ കടലിലേത് പവിഴപ്പുറ്റുകള്, അല്ലെങ്കിൽ കടലിലേത് മാത്രമായിട്ടുള്ള ധാരാളം ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് കുറവ് വരിക, അല്ലെങ്കിൽ അത് വ്യതിചരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് കുറവ് വരിക. നമ്മള് അത് നോൺ റിന്യൂവബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ യൂസേജ് കൂടുമ്പോൾ അതിന് കുറവാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. എന്താ ഇവിടെ പറയുന്നത്? എനർജി ക്രൈസിസ് വരിക. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ എനർജിക്ക് ക്രൈസിസ് വരിക, അതുപോലെ റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ, ഇന്ധനങ്ങൾക്കൊക്കെ എന്താണ് ക്ഷാമം നേരിടുന്നതും ഒരു പ്രശ്നമാണ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസ്, അതായത് പുതുതായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ബയോളജിക്കൽ വെപ്പൺസ്, അതുപോലെ അത് റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്, ബഹിരാകാശത്തെ കീഴടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്, സ്പേസിനെ കീഴടക്കാനായിട്ട്. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഭീഷണികളാണ്, ത്രെറ്റ്സ് ആണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ വേറെ എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. സിജി സാമുവൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. എന്താ? ഇല്ലെന്നാണ് തോന്നുന്നേ മാം. ഇല്ലെന്നാണ് അല്ലേ? ഓക്കെ. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? ടഫായിരുന്നോ? കുറച്ച് ടഫാണ് അല്ലേ? നമ്മള് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും അല്ലേ ചാപ്റ്റർ വന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ എൻവയോൺമെന്റിനെ കുറിച്ച്. അപ്പൊ എൻവയോൺമെന്റിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് യൂണിറ്റ് 9 ആണ്. നമ്മൾ പെൻഡിങ് വെച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ. സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിങ് കേട്ടോ. ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക ആദ്യം. എന്താണ് കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് പറ്റുന്നില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്കും കാണുന്നില്ല. ഇല്ല മാം. സ്ക്രീൻ ഷെയറിംഗ് പോയി. ഓക്കെ ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. യെസ് മാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. മാം, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹലോ, ജോസിന് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കട്ടാക്കിട്ട് ഒന്ന് റീജോയിൻ ചെയ്തേ. ഞാൻ ചോദിക്കോട്ടത് നിങ്ങളോട് നന്നായിട്ട് വായിക്കുക. നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ആർക്കെങ്കിലും? എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഓക്കെ.
നന്നായിട്ട് റീഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോടായിരിക്കും ഇത് ചോദിക്കുന്നത്. കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ലേ? റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. ലീവായിട്ടൊന്ന് റീജോയിൻ ചെയ്ത് നോക്കി നിങ്ങള് കാണാൻ പറ്റാത്തവര്. ഞാനത് ക്യൂഡൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ക്യൂഡൻസ് എന്നല്ല, ഗൈഡൻസ് എന്നാണ് കേട്ടോ. ദ പ്രൈമറി എയിം ഓഫ് ഗൈഡൻസ് എന്നാ വരിക. ഓക്കെ, ഗൈഡൻസ് ജി ആയിട്ട് തിരുത്തണം കേട്ടോ, ടു എന്നുള്ളത്. എഫക്റ്റീവ് ആക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ് സൂപ്പർവിഷൻ ഹാർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്. അവിടെ ആ ഓയില്ല ആ ഉണ്ട്. തിരുത്താട്ടോ നിങ്ങള്, കറക്ഷൻ വരുത്താൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രൊവൈഡ് ചെയ്യാം. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ. സുജാത കോമാട്ടിലെ സുജാത യെസ് മാം. വായിച്ചായിരുന്നോ? റീഡ് ചെയ്തോ? ആ എന്താണ് മനസ്സിലായത് സൂപ്പർവിഷൻ എന്നതുകൊണ്ട്? ഇവിടെ ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞേ, ഈ ഒരു പേജിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം. ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം, then അതിന്റെ പോയിന്റ്സുകൾ വരുന്നത് ഓരോന്നായിട്ട് പറയാം. ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർവിഷൻ, സ്കൂളിലെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത് രീതി എങ്ങനെയാണെന്ന് അവിടുത്തെ ഹെഡ് സൂപ്പർവൈസ് ചെയ്യുക. അവിടുത്തെ ഹെഡ് ഇപ്പൊ പ്രിൻസിപ്പൾ ആവുമ്പോൾ ആള് സൂപ്പർവൈസ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അവരുടെ സൂപ്പർവിഷനിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കുക. അതാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടീച്ചിങ്ങും ലേണിംഗ് ആ പ്രോസസ്സ് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടീച്ചർക്ക് ഇപ്പോ ഒരു ടീച്ചർക്ക് ഒരാളുടെ ഗൈഡൻസ് വേണ്ടാതെ സ്വയമേവ എങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് ഈ സൂപ്പർവിഷൻ കൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ അവർക്ക് ഒരാൾ ഡയറക്റ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു എന്താ പറയണ്ടത്, സൂപ്പർവൈസ് ചെയ്തിട്ട് അവർക്ക് ആ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏത് അറ്റ്മോസ്ഫിയറിൽ പോയാലും അവർക്ക് കുട്ടികളെ ഒരാളുടെ ഗൈഡൻസ് ഇല്ലാതെ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അതിലേക്ക് അവരെ പ്രാപ്തരാക്കും. പിന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ലീഡറായിട്ട് നിന്നിട്ട് അവരെ ഗൈഡ് ചെയ്യുക, അല്ലാതെ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ പോലെ ഒരിക്കലും ചെയ്യരുത്. ആ ഗ്രൂപ്പിലെ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ആവുമ്പോൾ അവരുടെ ക്വാളിറ്റി, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലെ ക്വാളിറ്റി, അവരുടെ പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ടീച്ചേഴ്സിന്റെ ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ടീച്ചേഴ്സും അതിന് കോപ്പറേറ്റ് ചെയ്യണം. ഇനി അടുത്തത് പറയണോ മിസ്? ടെക്നിക്സ്. സൂപ്പർവിഷന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് അതൊരു ഇങ്ങനെ 3 രീതിക്ക് നമുക്ക് അവരെ സൂപ്പർവൈസ് ചെയ്യാം. ആദ്യം ഒബ്സർവേഷണൽ വിസിറ്റ്സ്. ഇവരുടെ ടീച്ചിങ്ങും ലേണിങ്ങും ക്ലാസ് റൂമിൽ ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിട്ട് ആ ഹെഡിന് മനസ്സിലാക്കാൻ പറ്റും അവര് എങ്ങനെയാണ് അവര് ക്ലാസ് എടുക്കുന്നത്, അവരുടെ രീതി എങ്ങനെയാണ്, അത് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ക്ലാസ്സിൽ വിസിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാം. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണ്. അതായത് ഈ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഫ്ലോസ് കോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരോട് സംസാരിച്ചിട്ട് അത് അവരെ ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് കോൺഫറൻസ് വഴി ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് സാറിന് കേൾക്കാൻ പറ്റും, ഹെഡിന് കേൾക്കാൻ പറ്റും, ഹെഡിന് തിരിച്ച് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും പറ്റും. ഇതുവരെയാണ് ഞാൻ വായിച്ചത്. വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടിട്ട്? ആർക്കൊന്നും പറയാനില്ല? സുജാത മാത്രമാണ് പറഞ്ഞതല്ലോ. രഞ്ജു ജോർജ് ഉണ്ടോ അവിടെ? രഞ്ജു ജോർജ് ഇല്ല. ഓക്കെ ഓക്കെ. ഇതിനകത്ത് നോക്കുക, സ്കൂളിന്റെ സൂപ്പർവിഷൻ ആണ്. അതായത് സ്കൂളിലെ സൂപ്പർവിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവിഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൂപ്പർവിഷൻ എങ്ങനെയാണെന്ന് പ്രയോജനപ്പെടുന്നതെന്നാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും സൂപ്പർവിഷൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് അല്ലെ? ആ ഇൻസ്ട്രക്ഷൻസിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഞാനൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഞാനൊരു ഗൈഡൻസ് ആയിട്ട് നിന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് തരുന്നത്. ഇങ്ങനെ തരുമ്പോൾ എന്താണ് ഉണ്ടാവുക? നിങ്ങളുടെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക.
ആരെങ്കിലും ഒരാൾ നോക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മോട്ടിവേഷൻ അല്ലേ? നിങ്ങളൊന്ന് റിലേറ്റഡ് ആയിട്ട് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ റിലേറ്റഡ് ആയിട്ട് നോക്കിയേ. നമുക്ക് ഒരാൾ ഗൈഡൻസ് തരുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നു, നമ്മുടെ ലൈഫിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇല്ല, ഉണ്ടാകും. എങ്ങനെയാണ് നിങ്ങളെ ലൈഫായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞ സൂപ്പർവൈസർ ആയിട്ട് വരുന്നത്. നമ്മുടെ തന്നെ ജീവിതത്തില് പല സൂപ്പർവൈസർമാരുണ്ടാകും അല്ലെ? നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പല സൂപ്പർവൈസേഴ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോ അമ്മയാകാം, ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ ചേട്ടനാവാം, ചേച്ചിയാകാം, ഫ്രണ്ട് ആകാം. അപ്പോ നിങ്ങൾ ആ തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷൻ മൂലമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക. ചിലപ്പോൾ നമ്മുടെ ജീവിതം പാതി വഴിയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും സൂപ്പർവൈസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെവലപ്മെന്റിന് കാരണം. ഇത് തന്നെയാണ് സ്കൂളിന്റെ കാര്യം. സ്കൂളില് ടീച്ചേഴ്സിനെ ഗൈഡൻസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോഗ്രാമിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അവർ പഠിപ്പിക്കുന്ന ലേണിംഗ് പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ സൂപ്പർവിഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ടീച്ചിങ് എഡ്യൂക്കേഷനും അതുപോലെ അതിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനുമുള്ള ഒരു സ്ട്രക്ചർഡ് പ്രോഗ്രാം ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ കോർഡിനേഷനും അതുപോലെ തന്നെ സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്യുക. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ അത് കോർഡിനേഷൻ ആണ് ഡെവലപ്പ് ആക്കുന്നത്. ആളുകൾ തമ്മിൽ പരസ്പര സഹകരണത്തോടെ സ്കൂളിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ആ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റഡ് ആയിരിക്കുള്ളൂ. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും ജോലി ചെയ്യുക അല്ലെ? അപ്പൊ അതിനും എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവിഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളിന്റേത് എന്താ പറയാ, സ്കൂളിൽ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഒരു ഹെഡ് മാസ്റ്റർ ആവാം. ഇവിടെ പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഒരു ഓവർസിയറിന്റെ അല്ലെങ്കിൽ ഇൻസ്പെക്ടറിന്റെ ജോലി പോലെയല്ല സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അവരുടെ ജോലിയുടെ അത്രയും എന്താ പറയാ എഫേർട്ട് എടുക്കേണ്ടതില്ല. എന്നാൽ ഒരു ഗ്രൂപ്പ് ലീഡറെക്കാളും മുകളിൽ കുറച്ചും കൂടി ജോലി നമ്മൾ ഈ സൂപ്പർവിഷനിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനിൽ വരുന്നത് സ്കൂളിന്റേതായിട്ടുള്ള എൻവയൺമെന്റിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെയാണ് സൂപ്പർവിഷൻ നയിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ സൂപ്പർവിഷൻ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്സ്. അതായത് സൂപ്പർവിഷൻ, അതായത് സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരാള്, നമുക്ക് മാസ്റ്റർ എടുക്കാം, അയാൾ ക്ലാസ് റൂമിൽ ചെല്ലുന്നു, ടീച്ചർ പഠിപ്പിക്കുന്ന രീതി ഒബ്സർവ് ചെയ്യുന്നു, അതുപോലെ കുട്ടികൾ ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന രീതിയൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. സൂപ്പർവിഷനിൽ വരുന്നതാണ്. നമുക്കൊന്ന് റിലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർ വടി ബാക്കിൽ പിടിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നോ നിങ്ങളുടെ ക്ലാസ് റൂമില്? ഉണ്ടോ? വരാറുണ്ടായിരുന്നോ? ഉണ്ടോ ഇല്ലയോ? ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് വരാറില്ലേ? അത് സൂപ്പർവിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവർ വന്നിട്ട് ചെക്ക് ചെയ്യും, ടീച്ചർ പഠിപ്പിക്കുന്ന രീതി നോക്കും, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമതെന്ന് പറഞ്ഞാല് സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസസ്. അതായത് ഹെഡ് മാസ്റ്റർ ടീച്ചറുമായിട്ട് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ കോൺഫറൻസ് നടത്തും. ഓക്കെ, ടീച്ചറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, അതും ഒരു സൂപ്പർവിഷനിൽ വരുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ടീച്ചറിന്റെ പ്രോബ്ലം എന്താണ്, അവരെന്തൊക്കെ പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ ഒരു സൂപ്പർവൈസർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോ അത്തരത്തിലും ഒരു സൂപ്പർവിഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഗ്രൂപ്പ് കോൺഫറൻസുകൾ നടത്തുന്നു. അതായത് ടീച്ചേഴ്സിനൊക്കെ കൂടി എല്ലാ ടീച്ചേഴ്സിനെയും കൂടി ചെയ്തിട്ട് കോൺഫറൻസുകൾ നടത്തുന്നുണ്ട്. ഇത്തരം കോൺഫറൻസുകൾ നടത്തുന്നതിലൂടെ ടീച്ചേഴ്സിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഹെഡ് മാസ്റ്റർക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർക്ക് സാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലാണ് ടെക്നിക്കുകൾ ചെയ്യുന്നത് സൂപ്പർവിഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് അതിനകത്ത് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പാലിക്കുന്നത് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എന്താ പറയാ അതായത് സോറി കേട്ടോ, അതായത് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഉണ്ടെന്ന് ഉള്ള തോന്നലാണ് നിങ്ങളെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാനായിട്ട് കാരണം. അപ്പൊ അത് ഒരു എന്താ പറയാ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ടീച്ചർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞാനത് വായിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തനിയെ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവിഷനിലൂടെ കിട്ടുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. അതായത് സൂപ്പർവിഷനും കരിക്കുലം ഡെവലപ്മെന്റും പരസ്പര ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു കരിക്കുലത്തിൽ, ഒരു പാഠ്യപദ്ധതിയിൽ സൂപ്പർവിഷന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ആരാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആരാണ് സൂപ്പർവൈസ് കൊടുക്കേണ്ടത്, സൂപ്പർവിഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്, ക്രിയേറ്റീവ് ആണ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടീവ് ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് കേട്ടോ. ഡെമോക്രാറ്റിക്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് good supervision help the teacher to develop skills in discovering and analyzing pupil needs. നല്ലൊരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ നല്ല രീതിയിൽ ഒരാളെ സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും കഴിവുകൾ എന്താണ്, അവരുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Then last point, supervision gives teachers security and improve confidence in their capacity to solve the problem. അതുപോലെ തന്നെ അധ്യാപകന് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സേഫ്റ്റിയും, അതുപോലെ തന്നെ അധ്യാപകന് സ്വയം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി കൂടി സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ അല്ലെങ്കിൽ ജിഷാംസിനെ നമുക്ക് പറയാം, ജിഷാംസ് നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ നമുക്ക് തരുന്നുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പോ നിങ്ങൾ MP വന്ന പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുക, കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക, അല്ലെ? നിങ്ങൾ തനിയെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ചിലത് സംസാരിക്കാത്ത വ്യക്തിയായിരിക്കും, അധികം ആളുകളോട് സൈലന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. ചിലപ്പോ ഒരു ബാങ്കിൽ പോകാൻ വരെ ആരുടെയെങ്കിലും സഹായം തേടിയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറി നിങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സൂപ്പർവിഷന്റെ ഭാഗമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മാറ്റുണ്ടായിട്ടില്ലേ? മാറ്റുണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരും പറയുന്നില്ല, എന്ത് പറ്റി നമുക്ക്? സിജി സാമുവൽ ഒന്ന് പറഞ്ഞ, ഞാൻ അനശ്വരയോട് ചോദിക്കാം കേട്ടോ. സിജി സാമുവൽ ഒന്ന് പറഞ്ഞേ. മാം കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാം. നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, അതേപോലെ നമ്മൾ എങ്ങനെ ഒരാളുടെ അടുത്ത്, കുട്ടികളുടെ അടുത്താണെങ്കിലും നമ്മൾ പണ്ട് ചെയ്തിരുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാം. ഓക്കെ, അനശ്വര പറഞ്ഞോ. അനശ്വര മാം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എനിക്ക് നന്നായിട്ട് അറിയിട്ടുണ്ട്. പേഴ്സണൽ ലാംഗ്വേജ് നന്നായിട്ട് ലാംഗ്വേജ് അത് നന്നായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷുമായിട്ടൊന്നും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരാള് പെട്ടെന്ന് ഇംഗ്ലീഷുമായിട്ട് മിസ്സുമാരുടെ വായിരിക്കുന്ന സംസാരം കേട്ട് തന്നെ നമ്മുടെ ശീലാവും. ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. സംസാരിക്കുന്ന ഇടയിൽ
വാക്ക് ആഡ് ചെയ്ത് നമ്മളത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. ഇപ്പൊ നമുക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റും. ഒരു പോയം വായിച്ചാൽ പെട്ടെന്നത് ക്യാച്ച് ചെയ്തിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മാം പെട്ടെന്ന് ഒരു വായിക്കാൻ പറയണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിക്കുന്നത് ഇതിൽ വന്നിട്ടാ. അല്ലാണ്ട് പെട്ടെന്ന് വായിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി പണ്ടത്തെ ഞാനെന്ന് വെച്ചാൽ അങ്ങനെ പറയത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വെച്ചാൽ ഇംഗ്ലീഷ് കണ്ടാലും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വായിക്കും. അത്യാവശ്യം സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കുകയും ചെയ്യും. എന്തേലും എത്ര പേർക്ക് കോൺഫിഡൻസ് കൂടിയവരുണ്ട് ഇതിനകത്ത് വന്നത് മൂലം? കോൺഫിഡൻസ് കൂടി, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ വന്നവരൊക്കെ ഉണ്ടാവും ഉണ്ടല്ലേ? ധാരാളം പേരുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ മാറ്റം എന്നാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വരാനായിട്ട് തുടങ്ങി അല്ലെ? നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ട്രസ്റ്റ് രൂപപ്പെടാനായിട്ട് കാരണമായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് എങ്ങനെയാണെന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ. അടുത്തൊരു പോർഷൻ പറഞ്ഞുതരാം. ദിസ് ഇസ് മൈ സെക്കൻഡ് 20s. അതെയോ സുജാത? മാം എന്താ പറയാ, പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് അതൊന്നും ആവാൻ പറ്റാണ്ട് വീട്ടമ്മയായിട്ട് ഒതുങ്ങി കുറെ കാലം അങ്ങനെ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് മോട്ടിവേഷൻ തന്നിട്ട് ഈ കോഴ്സിന് എനിക്ക് ജോയിൻ ചെയ്യാൻ എല്ലാ സപ്പോർട്ടും തന്നത്. പിന്നെ മക്കളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് ഇപ്പൊ ഞാൻ വീണ്ടും വന്നപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമെന്ന് വീണ്ടും നമുക്ക് ആ ഒരു വിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ വരികയാണ്. പിന്നെ ഒരിക്കലും പരിചയപ്പെടില്ല, കാണില്ല എന്ന് വെച്ചാൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടും ഈ കോഴ്സ് നല്ല രീതിക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയോ നമുക്കും ആവാം എന്നുള്ളത് ഇപ്പൊ വീണ്ടും നമ്മുടെ ഉള്ളില് ആ ഒരു ചിന്ത വന്നു തുടങ്ങി. എപ്പോഴൊക്കെ എന്താ പറയാ, സൂപ്പർവിഷന്റെ ഭാഗമായിട്ടാണ്. അതും സൂപ്പർവിഷനും അതിനകത്ത് ധാരാളമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് ആളുകളെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സൂപ്പർവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് റിലേറ്റഡ് ചെയ്യും. നിങ്ങളുടെ ലൈഫുമായിട്ട് തന്നെ സൂപ്പർവിഷൻ ഒന്ന് റിലേറ്റ് ചെയ്താല് സ്കൂളിന്റെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാരിസ് എന്ന് പറയുന്ന അയാളൊരു എന്താ പറയാ മതപണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല. അയാളൊരു എന്താ പറയാ ധാരാളം ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം സൂപ്പർവിഷനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വളരെ കുറച്ച് മാത്രം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഹാരിസിന്റെ സൂപ്പർവൈസറി ഫംഗ്ഷനെ കുറിച്ചിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ടെക്നിക്കലി കൊടുത്തേക്കാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് ടോപ്പിക് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം രവിനെ വിളിച്ച് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, മാം അസൈൻമെന്റ് ടോപ്പിക് ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ റിട്ടേൺ വന്ന് വേഗം കൊടുത്തു. മറന്നു പോകും പല കാര്യങ്ങളും തലയിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോയി കേട്ടോ. അപ്പൊ അതാണ് ലേറ്റ് ആവുന്നത് കേട്ടോ. ഇത് ഞാൻ കൊടുത്തേക്കാം, ഫ്രൈഡേ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പൊ സൂപ്പർവൈസറി ഫംഗ്ഷൻ ഹാരിസിനെ കുറിച്ച്, ഹാരിസിന്റെ ഇതില് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്നത് വായിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഷോർട്ട് ആയിട്ടൊന്ന് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. എന്താണ്? ഷോർട്ട് നോട്ടായിട്ട് എഴുതിയാൽ മതി. മനസ്സിലായ കാര്യം എഴുതിയാൽ മതി. സെർച്ച് ഒക്കെ ചെയ്തിട്ടൊന്ന് കണ്ടുപിടിച്ചൊന്ന് എഴുതിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സൂപ്പർവിഷനെ കുറിച്ചൊരു നോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തരാം കേട്ടോ. തരുന്നില്ല പിന്നീട്, ഒന്നില്ലെങ്കിൽ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇടുന്നതാണ് ഒന്ന് കൂടുതൽ നല്ലത്. അപ്പൊ അത് ഞാൻ ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ. ഹെഡിങ്, പേജ് ഹെഡിങ് ഒന്ന് വായിച്ചേ നിങ്ങള്. എന്താ കൊടുത്തിരിക്കുന്നത് അതിനകത്ത്?
സിജി സാമുവലെ എന്താ കൊടുത്തിരിക്കണ കാണാൻ പറ്റുന്നില്ലേ? മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറി പാർട്ട് ഏകദേശം തീർന്നു. ഇനി നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റഡിയിലേക്കാണ് കടക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ മറ്റുമൊക്കെ തിയറി പോലെ പറയാനുണ്ട്. അതിനുശേഷമാണ് ഇതിനകത്ത് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പൊ ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് വീഡിയോ ഓൺ ചെയ്ത് ആക്ടിവിറ്റി കാണിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരു 5-7 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് വായിക്കുക. ഓക്കെ, റീഡ് ചെയ്യുക കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യണം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഞാൻ ഒരാളെ വിളിക്കാം, അയാൾ പറയണം കേട്ടോ എന്താണെന്ന്. മനസ്സിലായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ തരത്തിൽ ചിന്തിക്കാം. ശില്പ കേസ്. ശില്പ ഉണ്ടോ അവിടെ? കേൾക്കാമോ മിസ്സേ? ശില്പ, എന്താണ് മോളെ മനസ്സിലായത് വായിച്ചു കഴിഞ്ഞിട്ട്, റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ മനസ്സിലായത്? ഇത് പ്രാക്ടിക്കൽ ഏരിയ ഏറ്റവും കൂടുതൽ മോണ്ടിസോറിയുടെ ഇത് വെച്ചിട്ട് നമ്മുടെ ജീവിത രീതികളുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് ഉള്ളതാണ് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അത് ഒരു രീതിയിൽ അത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമത്തിന്റെ രീതിയിലേക്ക് ഒരു വ്യായാമമായിട്ട് കൊടുക്കുന്നുള്ള രീതിയിൽ വരും. അതിനോടൊപ്പം തന്നെ ഓരോ ഏരിയാസ് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സ്കിൽസ് ആയിട്ടുള്ള ഗ്രോസ് മോട്ടോർ സ്കിൽസും പിന്നെന്താ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അത് സഹായിക്കുകയാണ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ലൈഫ് കൊണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയാസ് കൊടുക്കുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഗാർഡനിങ് അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പ്രാക്ടിക്കൽ ഏരിയാസാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ഏറ്റവും ഇതിൻ്റെ മെയിനും പർപ്പസും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ചൈൽഡ് ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ കോർഡിനേഷൻ, അവരുടെ മൂവ്മെൻറ്റ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം മൂവ്മെൻ്റ് ആണ്. അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ഓരോ ബോഡി പാർട്സും മൂവ്മെൻറ്റ്സോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കോർഡിനേഷനെയും കൺട്രോളിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴും അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അവർക്ക് അതിനുള്ള ടൈം എടുത്ത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കും, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും അവരുടെ നടക്കും. ഓരോ പ്രാക്ടിക്കൽ ലൈഫ് കൊടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അവർക്കൊരു ഓർഡർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോണ്ടിസോറിയുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഓരോ ഐറ്റംസും ഷെൽഫിൽ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അവരത് എടുക്കുന്നതിന് മുന്നേ ആദ്യം മാറ്റ് പോയി എടുത്തുകൊണ്ടെന്ന് അത് എടുക്കുന്നതും വിരിക്കുന്നതും തൊട്ട് തുടങ്ങുകയാണ് അവരുടെ ഓർഡറും അവരുടെ ലവ് ഓഫ് അട്രാക്ഷൻ, ലവ് ഓഫ് ഓർഡർ, അതൊക്കെ നമ്മൾ പഠിച്ച ആ ഓരോ രീതികളും അവിടെ തുടങ്ങുവാണ്. മാറ്റ് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് അവർ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ അവർ വരുന്നത് അവർക്ക് ആ ചോയ്സ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് അവർ പഠിക്കുവാണ്. ഇപ്പോൾ മിസ് പറയുന്ന പോലെ ഒരു മിനി വേൾഡാണ് അവർക്ക് നമ്മുടെ മോണ്ടിസോറി ഇതെന്ന് പറയുന്നത്. ഒരു മിനിയേച്ചറാണ്, വേൾഡിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെൻറ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും പഠിക്കും. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് സെൽഫ് നോളജ്. അവർക്ക് സെൽഫായിട്ട് തന്നെ അവർ നോളജ് ഗെയിൻ ചെയ്യാണ്. എങ്ങനെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ യാതൊരു തരത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. അവർക്ക് എന്താണോ അതിന് എന്ത് ഷേപ്പാണ് അല്ലെങ്കിൽ എന്താണോ അത് സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ സെൽഫ് നോളജ് ഗെയിൻ ചെയ്തു. പിന്നെ അത് എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അവർ സൈലൻ്റ് ആയിട്ടിരുന്ന് അവർ ലോൺലിനെസ്സിനെ ഇഷ്ടപ്പെട്ടിട്ട് അവരത് ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അവിടെ ഇമ്പ്രൂവ് ആവുകയാണ്. പിന്നെ അവരുടെ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ആണെങ്കിലും ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണെങ്കിലും നമ്മുടെ കൈയുടെ ആക്ടിവിറ്റീസ് മുതൽ നമ്മൾ എങ്ങനെ അത് പിടിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, അതിന് എത്ര ഇപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അവരത് ഹോൾഡ് ചെയ്യുന്നത് മുതൽ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഇൻഡിപെൻഡൻസ് പറയുന്നത് ഹെൽപ്പ് ചിൽഡ്രൻ ടു ഇൻഡിപെൻഡൻറ്റ്. അവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മൾ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് ചെയ്തു തീർക്കാനും നമ്മൾ അവർക്കൊരു ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻഡിപെൻഡൻസിനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്.
പിന്നെ ഓർഡർ, അതാദ്യം പറഞ്ഞ പോലെ എല്ലാത്തിനും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഫസ്റ്റ് അവർക്ക് ഒരു ഡെമോ പോലെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർ അത് ഫോളോ ചെയ്യും. അങ്ങനെയാണ് ചെയ്യാമോളൂ, നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കണം എന്നതുള്ളതൊക്കെ അവർക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഗുഡ് സെൽഫ് ഇമേജ്, അത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഇത് കിട്ടുന്നു, അവരാണ് അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവരൊറ്റയ്ക്കാണ് ചെയ്തതെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെയാണ് എനിക്കത് തോന്നിയത്. പിന്നെ അപ്രിഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെൻറ്റ്, ആ കുട്ടിക്ക് ഒന്നിനും ഒരു ഇതുണ്ടാവില്ല, വാശിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ആ എൻവയോൺമെൻറ്റിൽ അവർക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അവർ മനസ്സിലാക്കാനും ചെയ്യാനും പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്പ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. നമ്മളൊരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതിലൊരെണ്ണം മിസ്സാവരുത്. ഇപ്പോൾ പിങ്ക് ടവർ ആണെങ്കിൽ അതിലൊരു ടവർ മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോർഷൻ മിസ്സായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം, എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടേ അത് റിട്ടേൺ ചെയ്യാമുള്ളൂ, ഒന്നിനും ഡാമേജസോ ഒന്നും വരരുതെന്നുള്ള അവർക്കായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവിടെ അവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകും അവരെടുക്കുന്ന സാധനങ്ങളിലെല്ലാം. പിന്നെ എയ്ഡ് ദ ചൈൽഡ് ഹിസ് കൺസ്ട്രക്ഷൻ, ആദ്യം ബിൽഡിംഗ് ബോക്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ നമ്മുടെ മൈൻഡിലുള്ളത് കുട്ടികൾക്ക്, അവരെന്ന് പറയുന്നതിന് ശരിക്കും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. നമ്മൾക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അവർ പുതിയത് കണ്ടുപിടിച്ച് ഓരോന്ന് ചെയ്യും. ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പറയും JCB ആണെന്ന് പറയും. എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൊച്ച് പറഞ്ഞത് ഫ്ലാഗ് ആണെന്നാണ്. അവൻ ആ മോഡലിൽ ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, ദേ ചിച്ചി ഇത് ഫ്ലാഗ് ആണെന്ന് പറഞ്ഞു. ശരിയാണ്, അവൻ ആ മോഡലാണ് ഉണ്ടാക്കിയത് ആ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട്. നമ്മുടെ ഐഡിയയിൽ അതിലൊരു വണ്ടിയോ അല്ലെങ്കിൽ വീടോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പക്ഷെ അവനത് വേറെയാണ് ചിന്തിച്ചത്. അവരുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വേറെ മൈൻഡാണ്. പിന്നെ പ്രിൻസിപ്പൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ മെറ്റീരിയൽ, അത് വേണ്ട, കുഴപ്പമില്ല, ഇത്രയും മതി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, കുറേ കാര്യങ്ങൾ കേട്ടല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏകദേശം ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അല്ലെ. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കിച്ചണിൽ നിന്ന് തുടങ്ങാം കേട്ടോ. കുട്ടികൾ എങ്ങനെയാണ് കിച്ചണിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കില്ലേ? എന്തൊക്കെയാണ് കുട്ടി കിച്ചണിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങള് ഒന്ന് പറഞ്ഞു ആരെങ്കിലും. കിച്ചണിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടി പഠിക്കാം പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട്? എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും കിച്ചണില്? എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കാനായിട്ട് വരാറില്ലേ നിങ്ങളുടെ ആരെയും കുട്ടികള് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാറില്ലേ കിച്ചണില്? പാത്രം കഴുകാൻ വരും അല്ലേ? അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ അപ്പുറമുള്ളത് അവര് ചെയ്യാൻ വരിക. ഗ്യാസുമൊക്കെയാണ് കൂടുതലായിട്ട് വരിക. സ്റ്റവ് കത്തിക്കാന് ഇത് കത്തിച്ച് നോക്കട്ടെ, ഇല്ലേ കോഴിമുട്ട പാരട്ടെ, ഓംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ചട്ടിയൊക്കെ കൊടുന്ന് വെച്ച് വരും. പക്ഷെ നമ്മള് അയക്കലില്ല. എന്നാലും നമ്മ കൂടെ നിൽക്കുകയാണെങ്കിൽ അവര് മുട്ട പൊട്ടിച്ചേക്ക് പാർന്ന് അപ്പൊ അവർക്ക് നല്ല സന്തോഷമായിരിക്കും, അവരുണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യും. ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഈ സ്വന്തമായിട്ട് പാത്രം കഴുകി വെക്കാറുണ്ടോ? കുഞ്ഞുങ്ങള്? പറയുമ്പോ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ ഞാൻ കഴിച്ച് കഴുകി വെക്കാന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യും അല്ലേ? പിന്നെ വെള്ളം ജഗ്ഗിലോട്ട് മാറ്റാറുണ്ടോ? വെള്ളം ജഗ്ഗിലോട്ട് ഒഴിച്ചു വെക്കാറുണ്ടോ? മഗ്ഗില് ഒഴിച്ചു വെക്കാറുണ്ടോ? ഉണ്ട്. വെള്ളം കുടിക്കാല്ലേ അടുത്തൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഗ്ലാസ് എവിടെയാണ് വരുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാറുണ്ടോ കുഞ്ഞുങ്ങള്? പിന്നെ നമ്മൾ ക്ലാസ് എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ചെറിയ ആള് നല്ല സ്വഭാവമൊക്കെ ആയിട്ട് വെള്ളം കൊടുത്ത് വെക്കും. ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുത്ത് തരാന്ന് പറഞ്ഞ് ഞാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊക്കെ വെള്ളം കൊടുത്തു തരും. നീ ഉമ്മ എണീക്കണ്ട, ഞാൻ കൊടുത്തു തരാന്ന് പറഞ്ഞ് ചെയ്തു തരലുണ്ട്. അങ്ങനെ ഇടക്ക് നല്ല സ്വഭാവം ചെയ്യും. അപ്പൊ അവന്റെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. എല്ലാ ദിവസവും ചെയ്യില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട് തോന്നണം.
അപ്പോഴാണെങ്കിൽ അത് ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ രാവിലെ കുഞ്ഞുങ്ങൾ എണീക്കുമ്പോൾ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അതൊക്കെ നേരെയാക്കാനായിട്ട് ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഓക്കെ. മാം എനിക്ക് 4 കുട്ടികളിൽ ചെറിയ ആൾക്ക് അങ്ങനെ ചെയ്യലുണ്ട്. 4 ആളിൽ ഏറ്റവും ഇളയതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഒന്ന് നേരാക്കി കുടിക്കുകയാണെങ്കിലും ബെഡ്ഷീറ്റ് അതില് തുണികളൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അത് മടക്കി വെച്ചുകൊണ്ട് ഓള് ബെഡ്ഷീറ്റ് കുടഞ്ഞു എടുത്തിട്ട് ഓളതിൽ കിടക്കും. ഏറ്റവും വലിയ മോളാണ് ആ പരിപാടി ചെയ്യൂല. അവൾ ഡ്രസ്സ് കൊണ്ട് അരുവിക്ക് വെച്ചിട്ട് അതിൽ കിടക്കും. അവൾക്ക് 19 വയസ്സായിരിക്കും. ഞാൻ പറയും ഇവൾക്ക് 9 വയസ്സായിട്ടുള്ളൂ, 8 വയസ്സായി. അവള് ചെയ്യും. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു തോന്നലിട്ട് എനിക്ക് ചെറുപ്പം മുതൽ അങ്ങനെ ശീലം ഉണ്ടായിരിക്കും. അവള് അങ്ങനെ കുടഞ്ഞിട്ടിട്ട് എന്നിട്ടേ കിടക്കുള്ളൂ. തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇനി മടക്കി വെക്കാൻ പറ്റില്ല, മേശമ്മക്കെങ്കിലും വെച്ചിട്ടാണ് അവള് കിടക്കുക. അതെന്താ അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു ശീലം അവളുണ്ട്. അവളെ മേലെല്ലാം 3 ആളും ആ പരിപാടി ചെയ്യലില്ല. അത് അവൾക്ക് അങ്ങനെ ഒരു ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ചെറിയ കുട്ടികൾ ചെയ്യും വലുതായാലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഒരു ഓർഡർ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുവാണെങ്കിൽ, സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവര് വലുതാവുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ മോണ്ടിസോറി മെത്തേഡില് കുട്ടികളെ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികള് കാര്യങ്ങൾ പഠിക്കുന്നത് കിച്ചൺ ഏരിയയിൽ നിന്നാണെന്നാണ് എന്റെ ഒരു നിഗമനം കേട്ടോ. അതിൽ നിന്നാണ് കുട്ടി ഓരോ കാര്യങ്ങളും, കാരണം അമ്മയെ കണ്ടു പഠിക്കുന്നു. അമ്മയാണ് ശരിക്കും പറഞ്ഞ കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലെ. കിച്ചണിൽ നിൽക്കുന്ന അമ്മ ചെയ്യുന്ന കാര്യങ്ങള്, അമ്മ തരുന്ന സൂപ്പർവിഷൻ അല്ലെങ്കിൽ അമ്മ തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി നോക്കിക്കണ്ട് അതുപോലെ ചെയ്ത് കുട്ടികളൊരു ഓർഡറിൽ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കിച്ചണിൽ. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ്. ഈ ഒരു പേജ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അവിടെയാണ് മെറ്റീരിയൽസ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കിച്ചണാണ്. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ സാധനങ്ങൾ മെറ്റീരിയൽസ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ള ഒരു ഏരിയ അത് കിച്ചൺ മാത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് ആദ്യം അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, സമയമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അസൈൻമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അധികം ഞാനൊരു സമയം തരാം, 2 ആഴ്ച തരാം. 2 ആഴ്ചക്കുള്ളിൽ ചെയ്ത് തീർത്താൽ മതി കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Good night, ma'am.